കെ അരുൺകുമാർ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അരുൺ, സാധാരണ ജയിലിൽ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രതികളാണെങ്കിൽ കൂടി അവരെ കുറിച്ചൊരു മേൽനോട്ടോ അല്ലെങ്കിൽ CCTV അടക്കം വെച്ചുള്ള നിരീക്ഷണമോ കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടതല്ലേ? അപ്പോൾ അവിടെ ഒരു പ്രതി ഈ തരത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചൊരു ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാവുമ്പോൾ ഇത് ജയിലിനകത്തെ സുരക്ഷ കൂടി ചോദ്യം ചെയ്യുന്നതാണോ? എന്താണ് അരുൺ ഈ സംഭവത്തെക്കുറിച്ച് മനസ്സിലാകുന്നത്? ആരുടെങ്കിലും ജയിൽ അധികൃതരുമായൊക്കെ നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ അഫാനെ UTB ബ്ലോക്ക് എന്ന് പറയുന്ന പ്രത്യേക ബ്ലോക്കിലാണ് പാർപ്പിച്ചിരുന്നത്. അവിടെ ഈ മാവോയിസ്റ്റ് തടവുകാരും അതുപോലെ തന്നെ പ്രശ്നക്കാരായ തടവുകാരും എപ്പോഴും നിരീക്ഷണം ആവശ്യമുള്ള തടവുകാരെയൊക്കെ പാർപ്പിക്കുന്ന ബ്ലോക്കാണ് ഈ UTB ബ്ലോക്ക്. അതുപോലെ തന്നെ അഫാൻ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് അഫാനോടൊപ്പം ഒരു തടവുകാരനെയും എപ്പോഴും നിരീക്ഷണത്തിന് പാർപ്പിച്ചിരുന്നു. ഇന്നേ ദിവസം ഈ രാവിലെ ഈ തടവുകാരെ TV കാണിക്കുന്ന ദിവസമാണ്, ഞായറാഴ്ച രാവിലെ. അതോടൊപ്പം തന്നെ ഫോൺ ചെയ്യാനും തടവുകാരെ അനുവദിക്കുന്ന ദിവസമാണ്. അവിടെ എപ്പോഴും നിരീക്ഷണത്തിൽ